സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ 405 കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചത്. PM ഉഷ പദ്ധതിക്ക് കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജ് അംഗീകരിക്കുകയായിരുന്നു. സഹായം അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സമ്മാനമാണ്, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായമായി 405 കോടി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ 405 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുക അനുവദിച്ചിട്ടുണ്ടെന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കുന്നത്. മലബാർ മേഖലകളെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു മിക്ക കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന കോളേജുകളിലെയും സമഗ്ര വികസനം മുന്നിൽ കണ്ടാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതിയുടെ ധനാഭ്യർത്ഥന പദ്ധതി അംഗീകരിക്കുകയായിരുന്നു. മലബാർ മേഖലയിൽ ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണകരമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ PM ഉഷ പദ്ധതിയിലൂടെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ജോലിക്കുൾപ്പെടെ പരുവപ്പെടുത്തിയെടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും കോളേജുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ തുക ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, അതോടൊപ്പം ആരോഗ്യ മേഖല, മറ്റു മേഖലകളിലൊക്കെ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നില്ല എന്ന് കേരള സർക്കാർ വാതോരാതെ കേന്ദ്രത്തെ കുറ്റം പറയുന്ന സമയത്താണ് ഇത്തരത്തിൽ 405 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലം ഫാത്തിമ മാതാ കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, കാസർഗോഡ് ഉദുമ ഗവൺമെന്റ് കോളേജ്, അങ്ങനെ വിവിധ ജില്ലകളിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലെ കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത് ഈ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളും അത്തരത്തിലുള്ള പഠനവുമാണ് മുന്നിൽ വെക്കേണ്ടത്. ആ ഒരു ലക്ഷ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ട് 405 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന പദ്ധതി കൂടിയായിരിക്കും. വീണ, ഓക്കെ, ശരി ടിൻഡു.